والآخرة عند ربك للمتقين. പരമസത്യമായ പരലോകമുണ്ടല്ലോ, പരമപ്രധാനമായ പരലോകമുണ്ടല്ലോ, അത് മുത്തഖീങ്ങൾക്കാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. വിജയികൾ മുത്തഖീങ്ങളാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു അഅമാലുകൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ചൂഷണം ചെയ്യാൻ പലരും കടന്നു വരുന്ന യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വലിയാണെന്ന് പറഞ്ഞ് ചൂഷണം ചെയ്യാൻ വേണ്ടി കടന്നു വരുമ്പോ ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് ഈ സദസ്സിൽ വെച്ച് നമ്മൾ പഠിക്കണം. ശറഇന് വിരുദ്ധമായ ഏത് നിലപാടെടുത്തവനും വലിയാകാൻ കഴിയില്ല. ഒരു സുന്നത്തിന്റെ വിഷയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒന്നാണെങ്കിൽ അവരെ പിടിച്ച് വലിയാക്കാൻ കഴിയില്ല. ഏത് നിറയെന്നറിയുന്ന ഒരാൾ വെക്കുന്ന മീശയുണ്ടല്ലോ, ആ മീശ വെക്കുമ്പോൾ ചുണ്ടിന്റെ വെളുപ്പുണ്ടല്ലോ, ആ വെളുപ്പിലേക്ക് മീശ കടന്നു വരിക അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മീശകള്. ഒരു സത്യവിശ്വാസി മീശ വെക്കേണ്ടതെങ്ങനെയാ? അവന്റെ ഈ ചുണ്ടിന്റെ വെളുപ്പ് കാണുന്നതിന്റെ മുകളിലാണ് അവന്റെ മീശ വേണ്ടത്. സുന്നത്തിന്റെ വിഷയങ്ങൾ അവർ ശ്രദ്ധിച്ചില്ലേ? ഹറാമിന്റെ വിഷയങ്ങൾ അവർ ശ്രദ്ധിച്ചില്ലേ? പതിനോ സമയത്തല്ലാതെ ഓർത്ത് പൊട്ടിക്കറിയവരാ അല്ലാതെ ഔലിയാക്കള്. കയ്യിൽ 10 മോതിരവും സ്വർണത്തിന്റെ വളയിലെന്നവരൊക്കെ പിടിച്ചിട്ട് വലിയാക്കാൻ കഴിയില്ല. മറ്റൊന്ന് അല്ലാഹുവിന്റെ ഏത് ഔലിയാക്കളുടെ ചരിത്രമെടുത്ത് നോക്കിയാലും അവര് ആലിമീങ്ങളാണ്, ആലിമീങ്ങളാണ്. ഇല്ലാത്തവന് വലിയാകാൻ കഴിയില്ല, ഇല്ലാത്തവന് റസൂലിലേക്ക് അടുക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ പൈസക്കായി വേണ്ടത്, ഒരു മനുഷ്യന്റെ മാനദണ്ഡമായി വേണ്ടത് ഇതാണ് സഹോദരങ്ങളെ, ഇതാണ്. നിങ്ങൾ ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയുടെ ചരിത്രമെടുത്ത് നോക്ക്, അഹ്മദുൽ കബീർ റിഫായിയുടെ ചരിത്രമെടുത്ത് നോക്ക്. എന്റെ സഹോദരങ്ങളെ, മഹാനായ ഗൗസുൽ ആലമിന്റെ ചരിത്രമെടുത്ത് നോക്ക്, ഇമാം നദ്ദാലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമെടുത്ത് നോക്ക്. ഈ നാടിനെ ഹിദായത്തിന്റെ ധാരാളവഴിയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി വന്ന ഒരു മഹാനായ വലിയല്ലേ ഇവിടെ കിടക്കുന്നത്. ആ വലിയന്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ അവർ അയിലുള്ളവരാണ്, അവരെ അമലുള്ളവരാണ്. ഫാത്തിഹ പോലും ഓതാനറിയാത്തവരെ വലിയാക്കുന്ന ലോകത്താണ് മനുഷ്യ ഇന്ന് നാം ജീവിക്കേണ്ടി വന്നു പോയിട്ടുള്ളത്. ഒന്ന് സുന്ദരമായി സൂറത്തുൽ ഫാത്തിഹ പോലും അറിയാത്തവര് മുറബ്ബിയായ ശൈഖ് പോലുമാക്കുന്ന ഈ യുഗത്തിൽ ജീവിക്കേണ്ടി വന്നതിൽ ഖേദിക്കുകയാ സഹോദരങ്ങളെ. ഫാത്തിഹ പോലും ഓതാനറിയാത്തവരെ വലിയാക്കുന്ന ലോകത്താണ് മനുഷ്യ ഇന്ന് നാം ജീവിക്കേണ്ടി വന്നു പോയിട്ടുള്ളത്. ഒന്ന് സുന്ദരമായി സൂറത്തുൽ ഫാത്തിഹ പോലും അറിയാത്തവര് മുറബ്ബിയായ ശൈഖ് പോലുമാക്കുന്ന ഈ യുഗത്തിൽ ജീവിക്കേണ്ടി വന്നതിൽ ഖേദിക്കുകയാ സഹോദരങ്ങളെ. നിങ്ങളൊന്ന് ആലോചിക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ പണ്ഡിതന്മാരാ, അവരെ ഹറാമിന്റെ തൗഹീദ് അവർക്കറിയാം, ഹലാലിന്റെ തൗഹീദ് അവർക്കറിയാം, കറാഹത്തിന്റെ നിർവചനം അവർക്കറിയാം, സുന്നത്തിന്റെ നിർവചനം അവർക്കറിയാം. അവർ സുന്നത്തുകൾ വളരെ ശ്രദ്ധിച്ചവരാ. കണ്ടില്ലേ മഹാനായ മലപ്പുറത്തെ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു സുന്നത്തിനെപ്പെട്ടത് ഈ ഇറച്ചിയോടുള്ള താല്പര്യം കൊണ്ടാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ ആഗ്രഹത്തിന്റെ പേരിൽ ഇറച്ചി കഴിക്കുന്ന സമയത്ത് എന്റെ സഹോദരങ്ങളെ ദിഷ്ടി കൂട്ടാൻ മറന്നുപോയതിന്റെ പേരില് ഖേദിച്ചുപോയ മഹാനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവരൊക്കെ തഖ്വയുള്ളവരാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നാം ശരിക്കും പഠിക്കണം. ആരാ? അല്ലാഹുവിന്റെ ഔലിയാക്കള്. ശറഇന് വിരുദ്ധമായുള്ള ഒരാളെയും വലിയായിട്ട് സ്വീകരിക്കാൻ പാടില്ല. നിസ്കരിക്കാത്തവന് വലിയെന്ന് പറയാൻ പാടില്ല. ഒന്ന് ജീവിതത്തിൽ ശരീഅത്ത് കടന്നു വരണം,
ശരീഅത്തില്ലാത്തവന് തരീഖത്തില്ല, തരീഖത്തില്ലാത്തവന് ഹഖീഖത്തില്ല. അതുകൊണ്ട് മനുഷ്യൻ വലിയുടെ മർത്തബയിലേക്ക് കയറണമെങ്കിൽ ഒന്നാമതായവൻ ഇൽമുണ്ടാകണം, രണ്ടാമതായവൻ പള്ളയെ സൂക്ഷിച്ചവനാകണം. അപ്പോഴാണ് വലിയുടെ മർത്തബയിലേക്ക് എത്തുന്നത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയില്ലേ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറുൽ ഖത്താബ് ആരാ? ഉമറുൽ ഖത്താബ് എന്ന് പറയുന്നു ഗാന്ധിയം നിത്യമുഖത്തിന്റെ ഉടമയായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇന്നും അമേരിക്കയിലെ തൊട്ട് കിടക്കുന്ന കുട്ടികളോട് ഉമറിനുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസ് കിടിലം കൊണ്ട് വേഗമെന്ന് ചരിത്രം പറയുന്നുണ്ടെങ്കിലോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മനുഷ്യൻ ഒരു മൂലയിൽ ഇരിക്കുകയാണ്. ജമാഅത്തിന്റെ സമയമായി അദ്ദേഹം ആ മൂലയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇവിടെ നമ്മളെ വിഷയം മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ട് നമ്മുടെ പള്ളിയിൽ ഒരു ജമാഅത്ത് തുടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആളിൽ കടന്നു വന്നു, അദ്ദേഹം വന്നിട്ട് മുദ്രൊഴിച്ചോ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചുപോയി നമ്മൾ പറയും ഇവിടെ ജമാഅത്ത് നടക്കുന്നു, അയാൾ പള്ളിയിൽ കടന്നു നടന്നിട്ടില്ല പറയുന്നത്. കാരണം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുഹറിന്റെ അസറിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാതെയും ശ്രദ്ധിക്കാതെയും ആ മലയാളിയും കുറ്റപ്പെടുത്താൻ പാടില്ല. മഹാനായ ഉമർ റളിയല്ലാഹു തആല ഈ മനുഷ്യനോടൊന്നും പറഞ്ഞിട്ടില്ല. മുഹ്റിസ്കാരം കഴിഞ്ഞു. അസർ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴും ആ മനുഷ്യന് മുഹർ നിസ്കരിച്ചിട്ടില്ല. അസറിന്റെ സമയമായപ്പോഴും ചിന്തിക്കുകയാ അയാൾ ചെയ്തവരായിരിക്കാം. അസറിന്റെ സമയത്തും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അസർ നിസ്കാരത്തിന് ഇനിയും സമയമുണ്ടല്ലോ, അതേ അസറിന്റെ പരിധി ഇനിയും ഉണ്ടല്ലോ, അതേ മഗ്‌രിബിന്റെ കാന്തലും നടത്തപ്പോഴാ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാത്തൊരു മനുഷ്യനെ കാണുന്നുവെന്ന് മനസ്സിലാക്കി മഹാനായ ഉമർ റളിയല്ലാഹു തആല തന്റെ വേലെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ തലയിലേക്ക് ഒരു വെട്ടങ്ങോട്ട് വെട്ടിയപ്പോ വീരനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ വെട്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ കൊണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ ആകാശത്തേക്ക് പറന്നു പോകുകയാ. ആകാശത്തിൽ നിന്നൊരു അശരീരി. എന്താ അശരീരി എന്നറിയോ? അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ആരെയാണ് നിങ്ങൾ വെട്ടിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ വഴിയിലെ വെട്ടിയതെന്ന് ആകാശത്തിൽ നിന്ന് അശരീരി വന്നപ്പോ മഹാനായ ധീരനായ മുന്നോടി ധീരനായ ഈ നാടിന്റെ നിറകുടമായ സത്യത്തിന് വേണ്ടി വീട് മരിച്ച മഹാനായ ഉമർ റളിയല്ലാഹു തആല വഫാത്തായ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ വഴിയിൽ അല്ലാഹുവിന്റെ അടുക്കലിരിക്കട്ടെ. ഉമറിന്റെ നാട്ടിൽ നിസ്കരിക്കാത്തവന്റെ തലയാണെടുക്കും. ഇത് എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ